ഹലോ മക്കളെ, എല്ലാവർക്കും ഇതാ +2 ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. +2 ക്ലാസ്സിലെ എല്ലാ വിഷയവും എല്ലാവരും അതിഗംഭീരമായിട്ട് പഠിച്ചു തുടങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ +2 ക്ലാസ്സിനകത്തുള്ള മാത്തമാറ്റിക്സ് പഠിക്കേണ്ടത്? എത്ര പഠിച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് മാത്സിനകത്ത് നേടാൻ വേണ്ടി സാധിക്കുക? നിങ്ങളെല്ലാവരും കേട്ട് കാണും, മാത്സ് എന്ന് പറഞ്ഞ വിഷയം അത്രമേൽ ഡിഫിക്കൽട്ടായിട്ടാണ് നമുക്ക് +2 ക്ലാസ്സിനകത്ത് ഓരോ വിഷയവും ഉണ്ടാവുന്ന. അതിലത്തെ ഏറ്റവും പ്രധാനിയാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മാത്സിനെ മെരുക്കാൻ വേണ്ടി സാധിക്കുക? ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു, 2024-25 എന്ന് പറയുന്ന ഒരു അക്കാദമിക് ഇയർ നിങ്ങളുടെ ലൈഫിൽ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. കാരണം +2 ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ഭാവിയിൽ ഏത് കോഴ്സിന് പോകണം എന്ന് പോലും തീരുമാനിക്കാം. സോ എല്ലാവർക്കും 2024-25 അത് ഗംഭീരമായ വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് നേരെ തന്നെ പരിശോധിക്കാം മാത്സ് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുക. ഓരോ ചാപ്റ്ററും നമ്മൾ അതിഗംഭീരമായിട്ട് പരിശോധിക്കേണ്ടതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് മാത്സിനെ രണ്ടാക്കി വേർതിരിക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന് കാൽക്കുലസ്, മറ്റൊന്ന് നോൺ കാൽക്കുലസ്. കാൽക്കുലസ് കേൾക്കുമ്പോൾ NCERT ബുക്കിനകത്തുള്ള 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും പാഠമാണ്. അതായത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 5-ാമത്തെ പാഠം, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് 6-ാമത്തെ പാഠം, ഇൻ്റഗ്രൽസ് 7-ാമത്തെ പാഠം, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് 8-ാമത്തതും 9-ാമത്തും അവസാനമായിട്ട് വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെ 5 പാഠങ്ങൾ. ഇതിൽ 7-ാമത്തെ പാഠം ഇൻ്റഗ്രൽസ്. ആ ഒരു ചാപ്റ്ററുമായി നമുക്ക് +2 ക്ലാസ് ഡിഫിക്കൽട്ടാണ് എന്ന് പറയുന്നതിന് വേണ്ടി കാരണം ഇത്രമാത്രം. +1 ക്ലാസ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഹോൾ NCERT ബുക്കിനകത്ത് വളരെ ചുരുങ്ങിയ ചോദ്യങ്ങൾ മാത്രമാണ് പഠിച്ചിരുന്നത്. പക്ഷേ +2 ക്ലാസ്സിനകത്ത് പ്രവേശിക്കുമ്പോൾ NCERT ബുക്കിലെ 7-ാമത്തെ പാഠമായിട്ടുള്ള ഇൻ്റഗ്രൽസ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 300 ക്വസ്റ്റ്യൻസ് മേലെയാണ്. ഒരു ചാപ്റ്ററിൽ നിന്ന് 300 ക്വസ്റ്റ്യൻസ് മേലെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കാണുന്ന ചാപ്റ്ററിൻ്റെ ഗ്രാവിറ്റി മനസ്സിലായി കാണും. പിന്നെ +2 നമുക്ക് ഈ ഒരു കാൽക്കുലസ് ഭാഗം പഠിക്കണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററും അറിഞ്ഞിരിക്കണം. കാരണം 5-ാമത്തെ പാഠമായിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് 6-ാമത്തെയും 7-ാമത്തെയും പാഠം വളരെ സുഖമായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. 7-ാമത്തെ പാഠമായിട്ടുള്ള ഇൻ്റഗ്രൽസ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് 8-ാമത്തെയും 9-ാമത്തെയും പാഠം പഠിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ഒരു പാഠം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പാഠവും ഈ കാണുന്നതിലെ പഠിക്കാൻ വേണ്ടി സാധിക്കില്ല. അത്രമേൽ ഇൻ്റർ കണക്റ്റാണ് നമുക്ക് കാൽക്കുലസ് എന്ന് പറയുന്നത്. കാൽക്കുലസിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടുന്നത് മറ്റൊന്നുമല്ല, അതിൻ്റെ വെയിറ്റേജ് കൂടി തന്നെയാണ്. എക്സാമിന് ഏകദേശം 35 മാർക്കിനാണ് നമുക്ക് കാൽക്കുലസ് എന്ന് പറയുന്ന ഈ ഒരു 5 ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. അതായത് മൊത്തം 80 മാർക്കിലെ 35 മാർക്ക്, അറൗണ്ട് 45%. ഇത്രമേൽ വെയിറ്റേജാണ് നമുക്ക് കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു 5 പാഠത്തിൽ നിന്ന് ചോദിക്കുന്നത്. ഇതിനകത്ത് എല്ലാ വിദ്യാർത്ഥികളും ആദ്യമായിട്ട് പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് 5-ാമത്തെ പാഠമായിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയാണ്. എല്ലാ മക്കളും ഞാൻ ഈ പറയുന്ന ഒരു എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഒരുപാട് ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഞാനത് ആദ്യമേ പറഞ്ഞു വെക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കാണുന്ന ഫോർമുലാസ് ഒരു വൈറ്റ് ഷീറ്റിൽ എഴുതി വെക്കണം. നിർബന്ധമായിട്ടും വൈറ്റ് ഷീറ്റ് എഴുതി വെച്ച് ഈ കാണുന്ന വൈറ്റ് ഷീറ്റ് നിങ്ങളുടെ ചെമ്പരം മേലൊന്ന് ഒട്ടിച്ച് വെക്കാം, വാളുമേൽ. എന്നിട്ട് അത് റെഗുലർലി തിരിച്ചും മറച്ചും വായിച്ചു കൊണ്ടിരിക്കാം. അപ്പോൾ ഫോർമുലാസ് നമുക്ക് വളരെ എളുപ്പത്തിൽ അങ്ങനെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഫോർമുലാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. 5-ാമത്തെ പാഠത്തിലെ ഫോർമുലയാണ് നമ്മൾ 6-ാമത്തെ പാഠത്തിൽ ഉപയോഗിക്കാം. 6th ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പക്ഷേ അതിനകത്ത് ഒരു ടോപ്പിക് ഉണ്ട്, മാക്സിമ ആൻഡ് മിനിമ. ആ ഒരു ടോപ്പിക്കിലെ വേർഡ് പ്രോബ്ലം എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ ഗംഭീരമായിട്ട് ചെയ്യണം. നിങ്ങൾ NCERT ബുക്ക് ഫോളോ ചെയ്താൽ മതി 6-ാമത്തെ പാഠമായിട്ടുള്ള അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന്. പക്ഷേ ഞാൻ ഒരിക്കലും പറയുന്നില്ല 5-ാമത്തെ പാഠമായിട്ടുള്ള കണ്ടിന്യൂറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യണം? NCERT മാത്രം പോരാ, നമുക്ക് കുറച്ചുകൊണ്ട് എക്സ്ട്രാ വർക്ക് കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് CBSE ബോർഡ് എക്സാമിന് വരുന്ന എല്ലാ ചോദ്യവും ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. 7-ാമത്തെ പാഠമായിട്ടുള്ള ഇൻ്റഗ്രൽസിലേക്ക് വരുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇത്രമേൽ ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുണ്ട്, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുമോ? മക്കളെ, സാധിക്കും. വളരെ കൂളായിട്ട് നമുക്ക് ഇൻ്റഗ്രൽസിലെ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർമുലാസ് എഴുതണം. ഫോർമുലാസ് A4 ഷീറ്റിൽ എഴുതി വെച്ച് അത് വ്യക്തമായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്റർ ഈസി ആയിട്ട് മാറുകയുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ഓരോ ടൈപ്പുകളുണ്ട്, ഒരുപാട് ടൈപ്പുകളുണ്ട്. ഓരോ ടൈപ്പ് നമ്മൾ എന്താണ് വ്യത്യസ്തമായിട്ടെടുത്ത് അത് പഠിക്കുക തന്നെ വേണം. വ്യക്തമായിട്ട് ഈ ടൈപ്പുകളും ഈ ഫോർമുലാസും മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നമുക്ക് ഇൻ്റഗ്രൽസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒറ്റ കണ്ട് പറയാം, ഇൻ്റഗ്രൽസിന് NCERT മതിയോ? ഞാൻ പറയും മതി. NCERTക്ക് അപ്പുറം ഇൻ്റഗ്രൽസ് ഒന്നും തന്നെ ചോദിക്കാറില്ല. ഒരു കാര്യം പറയുന്നു, സെയിം ടൈപ്പാണ് ചോദിക്കാറ്, ഡിറ്റോ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാറില്ല. പക്ഷേ നമ്പേഴ്സ് മാറാം. NCERT ടൈപ്പ് തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക. നമുക്ക് 100% ഉറപ്പിക്കാനും വേണ്ടി സാധിക്കും. നമ്മൾ 8-ാമത്തെയും 9-ാമത്തെയും പാഠത്തിൽ പ്രവേശിക്കുമ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസും ഡിഫറൻഷ്യൽ ഇക്വേഷനും, ഇതിൽ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. എല്ലാവരും ശ്രദ്ധിക്കണം.
ഏഴാമത്തെ പാഠമായിട്ടുള്ള ഇൻ്റഗ്രൽസിലെ ഒരു ഫോർമുല ഇൻ്റഗ്രൽ √(a²-x²) അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് പൊതുവെ എക്സാമിന് നമുക്ക് എട്ടാമത്തെ പാഠം ചോദിക്കാറ്. സോ എല്ലാവർക്കും വളരെ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് അത്രമേൽ ഉറപ്പുള്ള ചാപ്റ്റർ തന്നെയാണ് എട്ടാമത്തെ പാഠമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. പക്ഷേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത്തരത്തിലല്ല. പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് ടൈപ്പുകളുണ്ട്. ഈ കാണുന്ന എല്ലാ ടൈപ്പും എല്ലാവരും സോൾവ് ചെയ്യുകയാണെങ്കിൽ മക്കളെ 100% പറയുന്നു നമുക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇത്ര മാത്രമാണ് NCERT ബുക്കിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലസ് ഡീൽ ചെയ്യേണ്ടത്. നമ്മൾ കാൽക്കുലസിന് ശേഷം നോൺ കാൽക്കുലസിൽ നീങ്ങുമ്പോൾ ഒരുപാട് പാഠങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ പാഠമായിട്ടുള്ള റിലേഷൻ ഫംഗ്ഷൻ, രണ്ടാമത്തെ ഇൻവേഴ്സ്, മൂന്നാമത്തത് മെട്രിക്സ്, നാലാമത്തെ ഡിറ്റർമിനൻസ്, 10ാമത്തെ പാഠമായിട്ടുള്ള വെക്റ്റർ, 11ാമത്തെ 3D, 12 LPP ആൻഡ് 13 പ്രോബബിലിറ്റി. ഇത്രമേൽ ചാപ്റ്റേഴ്സാണ് നമുക്ക് നോൺ കാൽക്കുലസ് വിഭാഗത്തിൽ വരുന്നത്. ഇതിൽ ഒന്നാമത്തെ പാഠം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. പ്ലസ് 1 ക്ലാസ്സിനകത്ത് നിങ്ങൾ എല്ലാവരും പഠിച്ചു കാണുന്ന ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. അതിൻ്റെ ബാക്കി തന്നെയാണ് നമുക്ക് പ്ലസ് 2 ക്ലാസ്സിനകത്തുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. JEE ലെവലിൽ പോലും നമുക്ക് പ്ലസ് 2 ബോർഡ് എക്സാമിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാപ്റ്ററാണ് നമുക്ക് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. MCQ ആൻസർ ചെയ്യുമ്പോൾ ഒരുപാട് ഗ്രാഫുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് നമുക്ക് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. MCQ പൊതുവെ ഡിഫിക്കൽട്ടായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. സോ ഇത്രമേൽ സവിശേഷതകൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്തുണ്ട്. ഈ ചാപ്റ്ററും അതുപോലെ തന്നെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനും കൂടി നമുക്ക് 8 മാർക്കിനാണ് ബോർഡ് എക്സാമിന് ചോദിക്കാം. സോ 8 മാർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതല്ല, വളരെ വലിയ മാർക്ക് തന്നെയാണ്. എല്ലാവരും ആദ്യമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. ഇൻവേഴ്സിൽ നിങ്ങൾ കുറച്ചും കൂടി പ്രിഫറൻസ് കുറവ് കൂട്ടാൽ മതി. കാരണം ഒരുപാട് ഭാഗം NCERT ബുക്കിനകത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ കാണുന്ന ഭാഗങ്ങളിൽ നിന്നായിരുന്നു പണ്ട് എക്സാമിന് പൊതുവെ ചോദിക്കാറ്. ഇപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡായ ഭാഗം മാത്രമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ ചോദിക്കാറ്. എല്ലാവരും കൂടുതൽ സമയം എന്ത് ചെയ്യുക, ഈ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ചാപ്റ്റേഴ്സ് നമുക്ക് NCERT ബുക്ക് മാത്രം പോരാ, മറ്റു കാര്യങ്ങളും ഫോക്കസ് ചെയ്യണം. അതെന്തെല്ലാമെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പിന്നീട് പറയാം. അടുത്ത പാഠങ്ങൾ പരിശോധിക്കാം. 3ാമത്തെയും 4ാമത്തെയും പാഠങ്ങൾ അൾജിബ്രാസ്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്. ബോർഡ് എക്സാമിന് 10 മാർക്കിന് ചോദിക്കുന്ന പാഠങ്ങൾ. ഏതൊരു വിദ്യാർത്ഥിയും പ്ലസ് 2 ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കേണ്ട പാഠം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, അത് മെട്രിക്സ് ആണ്. മെട്രിക്സിന് ശേഷം എല്ലാവരും പഠിക്കേണ്ടത് ഡിറ്റർമിനൻസ്. ഇത് സിംപ്ലിസിറ്റിയാണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല ഇതിൻ്റെ വെയിറ്റേജ് കൂടി ഒരു കാരണമാണ്. 10 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും ഈ 2 ചാപ്റ്റർ പഠിക്കുമ്പോൾ. മക്കളെ NCERT ബുക്ക് മാത്രമായി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മുഴുവൻ മാർക്കും ഉറപ്പിക്കുന്നതിനായി ഇനി നമുക്ക് ജോമെട്രി പരിശോധിക്കാം. വെക്റ്റർ ആൻഡ് 3D വളരെ കൂളായിട്ട് നിങ്ങൾ പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സ്. 14 മാർക്കാണ് ബോർഡ് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറ്. ഒരു കാര്യം ആദ്യം സൂചിപ്പിക്കുന്നു, NCERT ബുക്ക് മാത്രം പോരാ, ഈ കാണുന്ന ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് നേടുന്നില്ല. ഇനി ബാക്കി നോക്കി നമുക്ക് LPPയും പ്രോബബിലിറ്റിയും. LPP എല്ലാ വിദ്യാർത്ഥികളും ആദ്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവസാനത്തേക്ക് മാറ്റിവെച്ചാലും ഒരു ഇഷ്യൂ ഇല്ല. വളരെ സുഖമായിട്ട് 5 മാർക്ക് ബോർഡ് എക്സാമിന് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും LPP എന്ന് പറയുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന ചാപ്റ്ററിൽ നിന്ന്. മക്കളെ 100% അതാരിപ്പോൾ പഠിക്കേണ്ട, ലാസ്റ്റിലേക്ക് മാറ്റിവെച്ചോളൂ. എക്സാമിന് തലേദിവസം പഠിച്ചാലും നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ചാപ്റ്ററാണ് LPP. അവസാന പാഠമായിട്ട് പ്രോബബിലിറ്റി, നിരന്തരമായിട്ട് കേസ് സ്റ്റഡി ചോദിക്കുന്ന ചാപ്റ്റർ. ഒരിക്കലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത ഒരു ചാപ്റ്റർ. ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള തോട്ട്സ് വരുന്ന ചാപ്റ്റർ. പ്ലസ് 1 ക്ലാസ്സിനകത്തുള്ള പ്രോബബിലിറ്റി എല്ലാവർക്കും വളരെ ഈസി ആയി കാണും. പക്ഷേ പ്ലസ് 2 ക്ലാസ്സിലെ പ്രോബബിലിറ്റി അത്തരത്തിലല്ല. ഒരുപാട് പഠിക്കേണ്ട ആവശ്യമുള്ള, ഒരുപാട് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് പ്രോബബിലിറ്റി. ടൈപ്പുകൾ ഉണ്ട്. ആ കാണുന്ന ടൈപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഒരുപാട് ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് എല്ലാ ടൈപ്പും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് വളരെ വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് കാണാം. പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ നമുക്ക് ബോർഡ് എക്സാമിന് 8 മാർക്കിനാണ് ചോദിക്കുക. ഒരു പാഠം 8 മാർക്ക്. അത് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടുന്നത്. അത് മാത്രമല്ല കേസ് സ്റ്റഡി വരുന്ന ചാപ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പ്രോബബിലിറ്റി തന്നെയാണ്. ഇപ്പോൾ എല്ലാവർക്കും പ്ലസ് 2 ക്ലാസ്സിനകത്തുള്ള എല്ലാ പാഠങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. അത് മാത്രമല്ല അതിൻ്റെ വെയിറ്റേജും കൂടി മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെയാണ് പ്ലസ് 2 ക്ലാസ്സിനകത്തുള്ള ഓരോ പാഠങ്ങളും പഠിക്കേണ്ടത്, എത്തരത്തിൽ പഠിച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് നേടുക എന്ന് നോക്കാം. ഒരു ചാപ്റ്റർ നിങ്ങൾ ഒരുപാട് സ്മോൾ ടോപ്പിക്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. ഓരോ സ്മോൾ ടോപ്പിക്കും അത് ഗംഭീരമായിട്ട് പഠിച്ചു തീർക്കുക. അങ്ങനെ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഒരിക്കലും നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞൊരു മീനിങ് വരുന്നില്ല. നമ്മളതിൻ്റെ MCQ ചെയ്യണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ MCQ സെഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കുക. ബോർഡ് എക്സാമിന് 20 MCQ ഉണ്ട്. ഈ പറയുന്ന 20 MCQ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ ടൈം സ്പെൻഡ് ചെയ്ത് അറൗണ്ട് 1 hour ആണ്. ഒരു മണിക്കൂർ നമ്മൾ 20 മാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കി 60 മാർക്കിന് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന 2 മണിക്കൂർ.
അത് നമുക്ക് ഒരിക്കലും ഈസി ആയിരിക്കില്ല ബാക്കി 60 മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ 1 അവർ MCQ വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് എക്സാം നമുക്ക് ഒരിക്കലും ഈസി ആയിരിക്കില്ല. കാരണം നമുക്ക് സെക്ഷൻ ബിയും സിയും ഡിയും ഇയും ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ആയതിനാൽ MCQ എളുപ്പമാക്കണം. MCQ എളുപ്പമാക്കാനുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് ഒരുപാട് MCQs പ്രാക്ടീസിലേക്ക് തന്നെ വേണം. നമ്മൾ ഒരുപാട് MCQ പ്രാക്ടീസ് ചെയ്യുക, നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ MCQs എല്ലാം തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. MCQ മാത്രം പോരാ, ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാനായി നമ്മളതിൻ്റെ PYQs ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഒരിക്കലും NCERT ബുക്കിൽ അതേ ഡിക്റ്റോ ക്വസ്റ്റ്യൻ CBSE ബോർഡ് എക്സാമിന് ഉണ്ടാവാറില്ല എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. സോ CBSEൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കണം, CBSE ബോർഡ് എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കണം. അതിനുവേണ്ടി എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും CBSEയുടെ പ്രീവിയസ് ഇയർ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് CBSE വെബ്സൈറ്റിനകത്ത് പേപ്പർ വൈസ് അവൈലബിൾ ആണ്, ചാപ്റ്റർ വൈസ് അവൈലബിൾ അല്ല. പക്ഷേ നിങ്ങൾ എന്താണ് ചാപ്റ്റർ വൈസ് സോർട്ട് ചെയ്യുക, എന്നിട്ട് വ്യക്തമായിട്ട് ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ PYQs നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. നമ്മൾ സൈലത്തിനകത്ത് ക്ലാസ്സുകൾ കഴിയുമ്പോൾ ആ കാണുന്ന ക്ലാസ്സിനകത്ത് എന്തായാലും എല്ലാ PYQsഉം വർക്കൗട്ട് ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, ഒരു പാഠം നമ്മൾ ഒരുപാട് പാർട്സാക്കി ഡിവൈഡ് ചെയ്യും. നമ്മൾ ഒരു പാർട്ട് കഴിയുമ്പോൾ ആ കാണുന്ന പാർട്ട് കറസ്പോണ്ടിങ്ങിലുള്ള MCQ ആപ്പിനകത്ത് അവൈലബിൾ ആക്കും. സോ അങ്ങനെ ഒരു ചാപ്റ്റർ നമ്മൾ 5 പാർട്ട് ഉണ്ടെങ്കിൽ 5 പാർട്ടിനും 10 MCQ വെച്ച് മൊത്തം 50 MCQ ആണ് സൈലത്തിനകത്ത് നമ്മൾ ഒരു വിദ്യാർത്ഥിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. സോ ഇത്രമേൽ MCQസും ഇത്രമേൽ PYQs ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അതിൻ്റെ സിലബസും അതിൻ്റെ കോണ്ടൻസും എല്ലാം അത്രമേൽ തറവായിരിക്കും. ഇനി ബാക്കി നിൽക്കുന്നത് എക്സാം മാത്രമാണ്. എക്സാം എല്ലാവരും അത്രമേൽ സീരിയസ് ആയിട്ട് തന്നെ വേണം എടുക്കുവാൻ വേണ്ടി. അത് ക്ലാസ് ടെസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളൊരു ചാപ്റ്ററിൻ്റെ എക്സാം എഴുതിയിരിക്കണം. അതും CBSE ബോർഡ് എക്സാം പാറ്റേൺ തന്നെ. അതിലും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് നമുക്ക് മാറ്റിവെക്കാം. പിന്നെ നമുക്ക് പിന്നീട് റിവിഷന് മാത്രം ആ ചാപ്റ്റർ എടുത്താൽ മതി. നമ്മൾ ആപ്പിനകത്തും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ചാപ്റ്റർ കഴിയുന്നു, ആ ചാപ്റ്ററിൻ്റെ എക്സാമിനേഷൻ CBSE ബോർഡ് എക്സാം എങ്ങനെയാണോ, CBSE ബോർഡ് എക്സാമിൻ്റെ നിലവാരം എന്താണോ അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു 3 പാഠം കഴിയുമ്പോൾ നമ്മൾ ഒരു മൊഡ്യൂൾ എക്സാം കണ്ടക്ട് ചെയ്യും, 3 പാഠം ഒന്നിച്ച് പരീക്ഷ. സോ CBSE ബോർഡ് എക്സാമിന് നമ്മൾ അത്തരത്തിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് വളരെ സുഖമായിട്ട് തന്നെ ഫുൾ മാർക്ക് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കാം. സോ എല്ലാവരും ഇത്തരത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് 100% ഉറപ്പാണ് പറയുന്നത്. സൈലത്തിനകത്ത് +2 വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നതിനായി ഓൺലൈൻ ട്യൂഷൻ പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ പേരാണ് അഗ്നി ബാച്ച്. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. മോസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആയിട്ടുള്ള 4250 ആണ് ബാച്ചിൻ്റെ പ്രൈസ് വരുന്നത്. താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യൂ. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ജോയിൻ ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സിന് പുറമെ ഏറ്റവും ഗംഭീരമായ ഫീച്ചർ ആപ്പിനകത്ത് വരുന്നത് ലൈവ് ക്ലാസ് തന്നെയാണ്. ഡെയിലി അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് നിങ്ങൾ പഠിച്ചേക്കുന്നതാണ്. ഇതിന് പുറമെ ഹോൾ NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ NCERT ബുക്കിനകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നു, മാത്സിനകത്തുള്ള 7ാമത്തെ പാഠം, അതിനകത്തുള്ള മിസ്ലേനിയസ് എക്സസൈസ് എടുത്ത് മിസ്ലേനിയസ് എക്സസൈസിൽ ഒരു പ്രോബ്ലം നോക്കി കിട്ടുന്നില്ല. ഓൾറെഡി എന്താണ് അത് ആപ്പിനകത്ത് റെക്കോർഡ് ചെയ്ത് അവൈലബിൾ ആക്കുന്നുണ്ട്. എന്ത് ഹോംവർക്ക് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, വളരെ സുഖമായിട്ട് തന്നെ സൈലത്തിൻ്റെ ആപ്പ് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഞാൻ എല്ലാവരെയും സൈലത്തിൻ്റെ ആപ്പിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിൽ ഒന്നിച്ച് തന്നെ ഫുൾ മാർക്കിലേക്ക് നടന്നു നീങ്ങാം. നിങ്ങൾ ഈ കാണുന്ന എക്സസൈസ് ചെയ്യൂ, ഫുൾ മാർക്ക് ഉറപ്പിക്കൂ. സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം Xylem Learning. ബൈ. താങ്ക് യു ഓൾ.